വൈറ്റ് മാർബിൾ ആണ്, പക്ക വൈറ്റ്. കട്ടിങ്ങിന് മുന്നേ ഇത് മൊത്തത്തിൽ ഒരു പീസായിരുന്നു. കട്ട് ചെയ്തതിനു ശേഷം കണ്ടോ അത് ഇവന്മാര് നോർമൽ ലെവലിനേക്കാൾ താഴത്തേക്ക് കുഴിച്ച് അവിടെ വെള്ളം കണ്ടു എന്നൊക്കെ പറഞ്ഞേ. ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്തെ കളർ കണ്ടോ, നല്ല വ്യത്യാസം. ഇതാണ് പിങ്ക്. ന്യൂ രാജസ്ഥാൻ മാർബിൾ എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കേരളത്തിൽ. എന്നാൽ എന്താണ് രാജസ്ഥാനത്തെ മാർബിൾ? ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാർബിൾ അല്ലെങ്കിൽ രാജസ്ഥാനിൻ്റെ ഏറ്റവും വലിയ മാർബിൾ സൈറ്റായ മക്രാണയിലുള്ളത്. നല്ല ഉച്ച വെയിലടിക്കുന്ന ഇതാ എൻ്റെ പിറകിലുള്ളതാണ് വൈറ്റ് മാർബിൾ. ഈ മാർബിളാണ് താജ്മഹൽ ഉണ്ടാക്കാൻ കൊണ്ടുപോയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആൻഡ് അതിൻ്റെ മൊത്തം വീഡിയോ, അതായത് മാർബിൾ മൈൻ മുതൽ മാർബിൾ ആർട്ടുകൾ ഉണ്ടാക്കുന്ന വീഡിയോ വരെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. മൊത്തം സീരിയസ് ആയിട്ട് 2-3 വീഡിയോ ആയിട്ട് വരുന്നതാണ്. മൊത്തം കാണണം. ആൻഡ് ഫസ്റ്റ് വീഡിയോ നമ്മൾ മാർബിൾ മൈനും കട്ടിങ്ങും ആണ് വീഡിയോ എടുക്കുന്നത്, കാണാം. ആൻഡ് ഈ സ്ഥലത്തു നിന്നാണ് താജ്മഹലിനും വിക്ടോറിയ മെമ്മോറിയലിനും വരെയുള്ള വൈറ്റ് മാർബിൾ പോയിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ എല്ലാം വിശേഷം അറിയാനായിട്ട് ഈ വീഡിയോ മൊത്തം കാണണം. ഓക്കെ, ഇത് നല്ല ഉച്ച നേരത്തെ തന്നെ നമ്മൾ മൈൻസ് കാണാൻ വന്നേക്കാണ്. ഇതാണ് ഇവിടുത്തെ മൈൻസ്. കണ്ടോ, വെട്ടിപ്പൊളിച്ച് ഭൂമിക്ക് അടിയിലേക്ക് തുരന്നെടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 50 മീറ്റർ മേലെ ഇത് ഭൂമിയുടെ അടിയിലേക്ക് തുരന്നിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ഈ മൈൻ ഇവിടെ ഒന്നല്ല, ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ മുതൽ ഇതിങ്ങനെ വന്ന് ഇവിടുന്ന് 1 കിലോമീറ്റർ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ളത്. ഈ സാധനം നമുക്ക് മാപ്പിൽ നോക്കി അറിയാം. ഇതിങ്ങനെ ലൈനായിട്ട് പിരിപിരുന്ന പല മൈനുകളും കിടക്കുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം പല ആൾക്കാരുടെയാണ്. ഇത് ഒരു 200-300 വർഷമായിട്ട് ഇത് വെട്ടിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല. ഇനിയും കൊല്ലങ്ങൾ വർക്കിയുള്ള സാധനം റിസോഴ്സോടെ കിടക്കുന്നുണ്ട്. മക്രാന എന്ന് പറയുന്നത് വൈറ്റ് മാർബിൾ മാത്രമല്ല, ഇവിടെ പിങ്ക് ഉണ്ട്, ആൽബൈറ്റ് മാർബിൾ ഉണ്ട്, ബ്രൗൺ ആൽബൈറ്റ് ഉണ്ട്, പിന്നെ ലാസ്റ്റ് നമ്മുടെ വൈറ്റ് മാർബിൾ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇവിടെ കാണിച്ചു തരുന്നതാണ്. ഇത് നിൽക്കുന്നത് അരാവല്ലി ഹിൽസ് റേഞ്ച് ആണ് ഇവർ വെട്ടിപ്പൊളിക്കുന്നത്. അരാവല്ലി ഹിൽസ് നല്ല ഉപ്പുരസമുള്ള മാർബിൾ ഉള്ള ഒരു സ്ഥലമാണ് അരാവല്ലി റേഞ്ച്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അരാവല്ലി ഹിൽ റേഞ്ച് എന്ന് പറയുന്നത്. ആ ഹിൽ റേഞ്ച് ആണ് ഇവർ ഇത് കുത്തി പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് മാർബിൾ കിട്ടുള്ളൂ. നമ്മൾ വന്നിട്ട് ഈ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ഈ ചേട്ടനാണ് നമുക്ക് മൊത്തം ഇവിടെ കാണിച്ചു തരുന്നത്. ഇവരുടെയാണ് ഇവിടുത്തെ 1-2 മൈനുകളുള്ളത്. ഇത് പലരുടെയും പല ആളുകളുടെയാണ് മൈനുകൾ ഉണ്ടാവുക. ഇവിടെ നമ്മൾ മൈനിലേക്ക് കാണിച്ചിട്ടുണ്ട്. ഇവിടെ സേഫ്റ്റിക്ക് ഇത് വെച്ചിട്ടുണ്ട്. വീണ് കഴിഞ്ഞാൽ ഒരു 100 മീറ്ററോളം അല്ലെങ്കിൽ 50 മീറ്ററിന് മേലെ താഴത്തേക്ക് എത്തും. ഇവിടുന്ന് മോളും തന്നെ ഇവർ മൊത്തം വെട്ടി ഇറക്കിയിട്ടുള്ള സാധനങ്ങളാണ് അങ്ങനെ താഴത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇതെല്ലാം മാർബിളുകളാണ് വെട്ടി 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 എടുത്തിട്ടുള്ളത്. ഇനി അവിടുന്ന് വെട്ടാനായിട്ടൊന്നുമില്ല, കാരണം അപ്പോഴേക്കും അടുത്ത സ്ഥലം എത്തി. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് അവരെങ്ങനെ ഇറങ്ങി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, അവിടെ കമ്പി വെച്ചിട്ട് ആ കമ്പി പിടിച്ച് വേണം അവർക്ക് ഇറങ്ങാനായിട്ട്. എത്ര ദൂരമല്ല, ഒരു 100 മീറ്ററിൻ്റെ അടുത്ത് ഇവർ ഈ കമ്പി പിടിച്ച് ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട റിസ്ക്കാണ്. ഞാൻ ചോദിച്ചു നോക്കി, പക്ഷെ എനിക്ക് പെർമിഷൻ തന്നില്ല. അവർ പറഞ്ഞു പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്, ചിലർക്ക് മാത്രമേ അത് ഇറങ്ങാൻ പറ്റുള്ളൂ പറഞ്ഞേ. കേരള से पूरा घूमने के वीडियो आई कोई या ठीक है. वो अलग अलग മൈൻ. वो अलग है, ये अलग. ഓ, അത് വേറൊരാളുടെ, ഇത് വേറൊരാളുടെ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടോ ഇവന്മാർ നോർമൽ ലെവലിനേക്കാൾ താഴത്തേക്ക് കുഴിച്ച് അവിടെ വെള്ളം കണ്ടു എന്നൊക്കെ പറഞ്ഞേ. അത് കാണാൻ പോകില്ല, അത്രയും ദൂരത്ത് ഒരു 100 മീറ്ററിൻ്റെ അത്രയും താഴ്ത്തിക്കാം. ആൻഡ് ഇതാണ് വേറൊരു മൈൻ. ഇത് കുഴിച്ച് കുഴിച്ച് എന്ന് തീരും എന്തോ. നമ്മൾ വിചാരിക്കും പിങ്കും പല കളറുള്ളത് പല സ്ഥലത്താണ്. അങ്ങനെയല്ല കേട്ടോ. ഈ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ തന്നെ ഒരു കളറ്, അതിൻ്റെ തൊട്ട് തന്നെ വേറെ കളറുണ്ട്. അപ്പോൾ ആ ഒരു കളർ എടുക്കുമ്പോൾ അതൊന്നും മൊത്തമുള്ളത് ഒരു കളർ മാർബിളാക്കും, ഇത് മൊത്തം എന്ത് ചെയ്യും വേറെ കളർ മാർബിളാക്കും. ആൻഡ് ഉള്ളിലും ശ്രദ്ധിച്ചറിയാം കേട്ടോ, ചില സ്ഥലങ്ങളിൽ വേറെ വേറെ കളറുകളാണ് വരുന്നത്. ആൻഡ് ഈ ഒരു ഏരിയ മൊത്തം വൈറ്റ് ഉള്ളത് വൈറ്റ് മാർബിൾ ആക്കിയിട്ടും ഇത് വേറെ കളറായിട്ട് അവർ വിൽക്കും. അങ്ങനെ അങ്ങനെ ഓരോ ബ്ലോക്ക് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ആൻഡ് ഇത് മാർബിൾ ആണെങ്കിലും ഇതിൻ്റെ താഴത്തേക്ക് എത്തുമ്പോൾ ഒരു പോയിന്റ് ഇത് മണ്ണ് മാത്രമാവും. സോ ഈ മണ്ണ് മൊത്തം എടുത്ത് മാറ്റിയാലേ അതിൻ്റെ അടിയിലുള്ള മാർബിൾ ഇവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ ഇപ്പം നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുക. 2 JCB വെച്ചിട്ടാണ് മാറ്റുന്നത്. 2 ഒന്നുണ്ട്, പക്ഷേ ഈ വർക്കിംഗ് ആയിട്ടുള്ള 2 JCB വെച്ചിട്ടാണ് ഇവരിപ്പോൾ മാർബിൾ അല്ലെങ്കിൽ മണ്ണ് മൊത്തം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വണ്ടികൾ കയറ്റി വിട്ടിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന പുള്ളി സിസ്റ്റമാണ്, ക്രെയിനുകളാണ് ഈ ക്രെയിനുകൾ. എത്ര വലിയ ക്രെയിൻ, നല്ല ലോഡ് കപ്പാസിറ്റി ലോഡ് എടുക്കാൻ പറ്റുന്ന ക്രെയിനുകളാണ്.
ഇതിൻ്റെ ഓരോ ഗിയർ എൻ്റെ അതേ വലിപ്പം ഓരോ ഗിയറിൽ വരുന്നത്. ഞാൻ ഇത്രയും ഗിയർ സിസ്റ്റം വെച്ചിട്ടാണ് അത് പുള്ളി ചെയ്തെടുക്കുന്നത്. ആൻഡ് മാർബിൾ അവിടെ നിന്ന് കട്ട് ചെയ്യുന്ന കോറി കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇട്ടിട്ടുള്ള പീസുകളാണ്. പക്ഷെ ഇങ്ങനത്തെ പീസ് കാണുമ്പോൾ നമ്മൾ ചോദിക്കും ഇത് മൊത്തം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഇതല്ല, ഇതിലെ ചില ഭാഗം മാത്രം. അപ്പം ഇതിലാണെങ്കിൽ ഇത്ര നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ, ബാക്കി ഇത്രയും അത് വേസ്റ്റാണ്, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് വൈറ്റ് മാർബിളിൻ്റെ കേസ്. ഒപ്പം ഇവിടെ പിങ്ക് മാർബിൾ കിടക്കുന്നുണ്ട്. പിങ്ക് മാർബിളും ഇത്രയും കട്ടി നമുക്ക് യൂസ് ചെയ്യാൻ വിചാരിക്കാൻ പറ്റില്ല. പക്ഷേ ഇത്രയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് തോന്നും. പക്ഷേ അതിലും ഇത്രയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി കുറേ ഭാഗം വേസ്റ്റ് പോവും. അത് ആ കല്ലിൻ്റെ പ്രത്യേകത. അത് ഇവർക്ക് മാത്രം അത് കണ്ടറിയുള്ളൂ, നമുക്കത് കണ്ടറിയില്ല. ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്തെ കളർ കണ്ടോ, നല്ല വ്യത്യാസം. ഇതാണ് പിങ്ക് മാർബിൾ വരുന്നത്. ആൻഡ് ഇതിലും കുറേ വേസ്റ്റ് വരുന്ന അവർ പറയുന്നത്. ചില ഭാഗങ്ങൾ വേസ്റ്റ് വരും, കയ്യിലൊക്കെ പൊടി വേസ്റ്റ് വരും എന്നാണ് അവർ പറയുന്നത്. ആൻഡ് മക്രാന എന്ന് പറയുന്നത് ജോധ്പൂരിൽ നിന്നും ജയ്പൂരിൽ നിന്നും ട്രെയിന് വിളിച്ച് വരാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. വെയിലായണ്ട കേട്ടോ. അവിടുന്ന് 80 കിലോമീറ്റർ ആണ് രണ്ട് ഭാഗത്തും. 80-100 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ രണ്ട് ഭാഗത്തും, ജോധ്പൂരിൽ നിന്നാണെങ്കിലും ജയ്പൂരിൽ നിന്നാണെങ്കിലും. ഇനി നിങ്ങൾ നാട്ടിൽ നിന്ന് നമ്മൾ വരാനാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ജോധ്പൂർക്ക് നാട്ടിൽ നിന്ന് ഒരു വണ്ടിയുണ്ട്. ആഴ്ചയിൽ ഒന്നേ ഉള്ളൂ, ശനിയാഴ്ച ഞായറാഴ്ച സംതിങ് ആണല്ലേ. അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോധ്പൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ ജോധ്പൂരിൽ നിന്ന് മക്രാനയ്ക്ക് ഇഷ്ടം പോലെ ട്രെയിൻ ഉണ്ട്. അതിൽ കയറി വരാം. ഇവർ മുറിച്ചിട്ട കഷ്ണങ്ങൾ നോക്കിയാൽ വലിയ പീസുകൾ, വലിയ ബ്ലോക്ക് അതുപോലെ ഇട്ടേക്കാം. ആൻഡ് ഇതാണ് ഇനി കട്ടിങ്ങിന് കൊണ്ടുപോകേണ്ട പീസുകൾ. ഇവിടെ വന്നപ്പോൾ നല്ല വെയിലുണ്ടോ കണ്ടോ. ഇതാണ് 1.5 ഇഞ്ചിൻ്റെ ഒക്കെ മാർബിൾസ് വരുന്നത്. ഇതാണ് നമ്മുടെ അമ്പലങ്ങളിൽ ക്രേവിങ്സിന് യൂസ് ചെയ്യുന്നത്, നമ്മൾ കൊത്തുപണികൾക്കും കാര്യങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ വലിയ ബ്ലോക്കുകളാണ് നമ്മൾ മൂർത്തികൾ, അതായത് ദൈവങ്ങളുടെ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. അന്ന് ക്രേവ് ചെയ്തെടുക്കുക ചെയ്യുക. ഇതിൻ്റെ ഒക്കെ കട്ടി കണ്ടോ, കൈ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും വലിപ്പമുള്ള ഓരോ ബ്ലോക്കുകളാണ്. ഈ സാധനങ്ങളാണ് ഇവരെന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഓരോ ബ്ലോക്ക് ഇരിക്കുന്നുണ്ടോ, ഫുള്ള് വൈറ്റ് മാർബിളാണേ, പക്ക വൈറ്റ്. ഇത്രയും വലുതാണ് ഇവരിതാ. ഇത് പില്ലറിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. പില്ലറിന് ഒറ്റ ബ്ലോക്ക് വെള്ള മാർബിള്, ഇതാണ് പില്ലറിന് യൂസ് ചെയ്യുക. പക്ഷെ ഭയങ്കര കന, നല്ല കന വരുന്നേ. പൊടി കൊണ്ട് തന്നെ മേലും തലയും എല്ലാം പൊടിയിൽ മൂടി എന്ന് പറയാം. നമ്മൾ അവിടെ കണ്ട ആ സാമ്പാറിന് അവിടെ കണ്ട സെയിം വെള്ള പൊടി അവിടെ ഉള്ളത് കേട്ടോ. നടക്കുന്നിടത്തൊക്കെ വെള്ള പൊടി തെറിക്കുക ചെയ്യുന്നത്. എൻ്റെ ഷൂവിൻ്റെ ഒക്കെ പണി കഴിഞ്ഞു. എൻ്റെ മേലും പൊടി, എല്ലാം പൊടി നിറഞ്ഞു. പക്ഷെ ഭയങ്കര രസമുണ്ട്, കാരണം പൊടി നമുക്ക് നാളെ പോയി കുളിച്ചാൽ മാറും. പക്ഷെ ഈ സാധനം കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ നോക്കണം, ഇവിടെ ഇത്രയും വലിയ കല്ല്, ഇത് മൊത്തം വലിയൊരു ബ്ലോക്കാണ്, മാർബിളിൻ്റെ ബ്ലോക്കാണ്. അത് കൊണ്ടുവന്ന JCB ഉണ്ടോ, എന്ത് വെൽപ്പാന്ന്. ഇതേവിടെ കുറേ ട്രാക്ടറും പോകുന്നുണ്ട്. അത് കിടന്ന് കഷ്ടപ്പെടാം, അത്രയും വലിയ ക്രെയിൻ കിടന്ന് കഷ്ടപ്പെടാം ഈ സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഉള്ള ഏറ്റവും വലിയ ബ്ലോക്ക് അത്, കാരണം ഇതിനൊക്കെ വലിയൊരു കഷ്ടം ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഇവിടുന്ന് ചെറിയൊരു വെള്ള പീസ്, വൈറ്റ് മാർബിളിൻ്റെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും ഷെൽഫിൽ വെക്കാനാണ്. ഇവിടുന്ന് ഒരുപാട് സാധനങ്ങളായി ഇപ്പം ഞാൻ ബാഗിൽ കൈ പിടിക്കുന്നു. ഈ ചേട്ടന്മാരുടെ ഈ മൈൻ മൊത്തം ആപ്കാ നാം ഭയ്യ? അബ്ദുൽ റഹീം. ഈ ചേട്ടന്മാരുടെ ഈ മൈൻ മൊത്തം എല്ലാവരും അടിപൊളി കമ്പനിയാണ്. ഭയ്യ ആപ്കാ നാം? सिकंदर अली. सिकंदर अली. इनका ही मोबाइल स्क्रीन चलता है. आपका नाम? नरेंद्र सिंह. नरेंद्र सिंह गुणावती है. हमारी यहाँ क्रेन चलती है माइंस पे. हमारे 5 रेडा और 3 क्रेन है. 3 क्रेन. ഓക്കെ. मोबाइल क्रेन. ഇവിടുത്തെ ഒരു മൈൻ്റെ ഓണർ, ഒരു മൈൻ്റെ ഏറ്റവും വലിയ ഓണറാണ്. आपका नाम? शादत अली चौहान. वो മൈൻ आपका है? सब वाली माइन. കേട്ടോ, വേറൊരു മൈൻ ഈ ചേട്ടൻ്റെ വലിയൊരു മൈൻ്റെ ഒരു ഉടമസ്ഥനാണ് നിൽക്കുന്നത്. ആൻഡ് ഇത്രയും വലിയ ബ്ലോക്കിനുണ്ട്. അവർ ആ ഒറ്റ ലോറിക്ക് പൊക്കി വെച്ചു. ഇനി ഇവിടെ നിന്നാണ് അത് ഒറിജിനൽ മക്രാന. ഇനി ഇതാണ് ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇപ്പം മാർബിൾ മൈൻ ചെയ്യേണ്ട കുറച്ച് പ്രോസസ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, പുള്ളീനെ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടാൽ. പുള്ളി വന്നിട്ട് മാർബിൾ കട്ടിങ് സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ബ്ലോക്കുകളല്ലേ, ബ്ലോക്ക് കട്ട് ചെയ്യണ്ടേ, സോ അതും കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ആളെ വരാനുള്ള വെയിറ്റിംഗ് ആണ് നമ്മൾ. മൈനിൽ നിന്ന് കൊണ്ടുവന്ന ബ്ലോക്കുകൾ എപ്പോഴും യൂണിഫോം ആവണമെന്നില്ല, സ്മൂത്ത് ആവണമെന്നില്ല. സോ ഇങ്ങനെ
റഫായിട്ട് കിടക്കും. സോ പല രീതിയിലുള്ള ബ്ലോക്കുകളാണ്. ആൻഡ് അതിനെ ഈ രീതിക്ക് വെട്ടി ചെറുതാക്കുക അല്ലെങ്കിൽ ചെറിയ രീതിക്ക് പോളിഷ് ചെയ്തിട്ട് കണ്ടോ ഇതുപോലത്തെ ബ്ലോക്കുകൾ ആക്കണമെങ്കിൽ ആദ്യം നമ്മൾ വലിയ വലിയ മെഷീൻ കൊണ്ടുവന്ന് അറക്കണം. ഇതാണ് കണ്ടോ, അത് പല ആവശ്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. മേ ബി ഫ്ലോർ ആവശ്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് അത് സ്മൂത്ത് ആക്കണം ആൻഡ് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കണം. ആൻഡ് അങ്ങനെ ഷേപ്പ് ആക്കുന്ന ഒരു മെഷീനാണ് ഈ കാണുന്നത് കേട്ടോ. അത്യാവശ്യം വലിയ മെഷീനാണ്. ഇതിൽ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ബ്ലോക്ക് വെച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് കറക്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഓരോ ബ്ലോക്ക് ആക്കി മാറ്റണം. അതിന് വേണ്ട വെള്ളം അവിടുന്ന് കൊടുക്കണം, കാരണം എന്തായാലും ഇത് കട്ടിങ് പ്രോസസ്സിൽ ചൂടുണ്ടാവും. ആൻഡ് ഈ മെഷീൻ എന്ന് പറയുന്നത് ഡയമണ്ട് പതിപ്പിച്ചിട്ടുള്ള ഒരു ടൂളാവും, എന്നാൽ മാത്രമേ ഇത് കട്ടാവുള്ളൂ. മാർബിൾ മൈൻ്റെ ഏരിയ കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യുന്ന പ്രോസസ്സ് കൂടി കാണിച്ചു തന്നാലേ ഇത് ഫിനിഷ് ആവുള്ളൂ. ആൻഡ് നമ്മളുണ്ട് വലിയ വലിയ ബ്ലോക്കുകൾ ഇരിക്കുന്നുണ്ടോ, ഒരു കട്ടിങ് ഫാക്ടറിയിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് അതിന് നമ്മൾ 2 ഫ്രണ്ട്സ് സഹായിക്കും ചെയ്തു കേട്ടോ. ആൻഡ് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഹൈറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കൊണ്ടുപോകുക കട്ട് ചെയ്യാനായിട്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കട്ടിങ്ങിന് പോകുന്ന ബ്ലോക്കുകളാണ്. കണ്ടോ എത്ര വലിപ്പമാണ് നോക്കിയേ. ഇത് ഏതാണ്ട് ഒരേ ഹൈറ്റിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉള്ളിലേക്ക് കൊണ്ടുപോവുക. വലിയ വലിയ ബ്ലോക്ക് അവിടെ ലെവലാക്കിയതിന് ശേഷം നമ്മൾ നേരെ കട്ടിങ് മെഷീൻ്റെ അടുത്താ അവിടുന്ന് ബ്ലോക്കുകൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ച പീസുകളാണ് ഈ ഇരിക്കുന്നത്. ഞാൻ കണ്ടു അവിടെ ഒരു റെയിലുണ്ട്, ആ റെയില് ഇതായിട്ട് മാച്ച് ചെയ്തിട്ടാണ് കൊണ്ടുപോകാൻ. അടുത്ത പ്രിപ്പറേഷനാണ് ഇത്. അടുത്ത പ്രിപ്പറേഷന് ലെവൽ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. ആൻഡ് ഇവിടെ എല്ലാം പശ വെച്ച് ഒട്ടിക്കും ഇളകാതിരിക്കാനായിട്ട്. ഈ മാർബിൾ കട്ടിങ് സൈഡിൽ ഇഷ്ടം പോലെ വേസ്റ്റേജ് വന്ന് കിടക്കുന്നത് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഇത് പൊട്ടില്ല, ഭയങ്കര സ്ട്രോങ്ങാണ്. ഇതാണ് മക്രാന മാർബിളിൻ്റെ പ്രത്യേകത, ഭയങ്കര സ്ട്രോങ്ങാണ്, അത്ര പെട്ടെന്നൊന്നും പൊട്ടില്ല. ആൻഡ് ഷൈനിങ്ങും നല്ല കളറാണ്. കട്ടിങ്ങിന് മുന്നേ ഇത് മൊത്തത്തിലൊരു പീസായിരുന്നു. കട്ട് ചെയ്തതിന് ശേഷം കണ്ടു അത് സ്ലിറ്റുകളായിട്ട് വൃത്തിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഓരോ ബ്ലോക്കുകളാണ് ഈ ഇരിക്കുന്നത്. ആൻഡ് ഇതെല്ലാം പല ഗ്രേഡുള്ള മാർബിളുകളാണ്. പലതിലും പല ഡിസൈനും വരാം, കാരണം ഓരോ ബ്ലോക്ക് കട്ട് ചെയ്ത് കിട്ടുന്ന പീസിനനുസരിച്ചിരിക്കും ഓരോന്നിൻ്റെ കളറും ഷേപ്പും ഡിസൈനും. ആൻഡ് ഇതാണ് മാർബിൾ കട്ട് ചെയ്യുന്ന വിശേഷങ്ങൾ. അത്യാവശ്യം ഐഡിയ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വീഡിയോ. ആൻഡ് അടുത്ത വീഡിയോയിൽ ഇതുപോലത്തെ വലിയ വലിയ ബ്ലോക്കിൽ നിന്ന് എങ്ങനെ നമുക്ക് ഓരോ ആർട്ട് വർക്കുകൾ ഉണ്ടാക്കാം എന്നുള്ളത് കാണിക്കാൻ പോകുന്നത്. ആ വീഡിയോ സ്കിപ്പ് ആവാതിരിക്കാൻ എന്തായാലും ഫോളോ ചെയ്ത് വെച്ചോ, അടിപൊളി വീഡിയോ ആയിട്ട് അത് വരുന്നത്.